നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിറങ്ങളുടെ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു കോഴിക്കോടുകാരിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. സെബ ഫാത്തിമ എന്ന ഈ കൊച്ചുമിടുക്കി UAE മലയാളികൾക്കിടയിൽ ഇന്ന് താരമാണ്. നിറങ്ങളുടെ ലോകത്തെ നെഞ്ചോട് ചേർക്കുന്ന കൊച്ചുമിടുക്കിയാണിത്. വരകൾക്കപ്പുറം ചിത്രകലയുടെ നൂതന വഴികൾ തേടി നടക്കുന്നതിലൂടെ തൻ്റെ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാകുന്ന ഈ മിടുക്കി ഇന്ന് UAEയിലെ പ്രവാസി മലയാളികൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അക്രിലിക്, വാട്ടർ കളർ, റെസിൻ ആർട്ട്, ഹെന്ന തുടങ്ങി ഈ മിടുക്കി കൈവയ്ക്കാത്ത മേഖലകളില്ല. അതെ, കോഴിക്കോട് സ്വദേശിയായ സെബ ഫാത്തിമ ആള് ചില്ലറക്കാരിയല്ല. കുഞ്ഞുനാൾ മുതൽ വരയോടും നിറങ്ങളോടും അടങ്ങാത്ത അഭിനിവേശമായിരുന്നു സെബയ്ക്ക്. പുസ്തകങ്ങളിലും മറ്റും തൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങൾ കോറിയിട്ട് തുടങ്ങിയ സെബ കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ് തൻ്റെ ഉള്ളിലെ കലാകാരിയെ പൂർണ്ണമായി അടുത്തറിഞ്ഞതും പരിപോഷിപ്പിക്കാൻ തുടങ്ങിയത്. പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊന്നും നോക്കിയില്ല. യൂട്യൂബ് ട്യൂട്ടോറിയലുകളിലൂടെ സ്വയം വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ശാസ്ത്രീയ മാനം വരുത്താൻ തുടങ്ങി സെബ. അങ്ങനെ വരയുടെയും തൻ്റെയും ലോകം പതിയെ പതിയെ വലുതാകുന്നത് അനുഭവിച്ചറിഞ്ഞ നാളുകൾ. ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ യൂട്യൂബ് ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തു നോക്കായിരുന്നു. പിന്നെ ഇപ്പോൾ കോവിഡ് ടൈമിലാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതിലോട്ട് ഇറങ്ങിയത്. വേറെ ഒന്നും ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ആർട്ടിലേക്കൊന്ന് കറക്റ്റ് ഇറങ്ങിയത്. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായി ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഭയങ്കര ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ വഴി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സെബ ഫാത്തിമയുടെ പിന്നീടുള്ള ഓരോ നിമിഷവും കലയുടെ പുത്തൻ മേഖലകളെ അടുത്തറിയുക എന്നുള്ളതായി. കാണുന്നതെന്തും തൻ്റെതായ രീതിയിൽ ചിത്രങ്ങളാക്കി. അതോടൊപ്പം നിറങ്ങളിലും ചിന്തകളിലും എന്തു വ്യത്യസ്തത കൊണ്ടുവരാനാകുമെന്ന അന്വേഷണവും ഒരു ഭാഗത്ത്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഏതൊരു സമയത്തും ചിത്രകലയുടെയും ഭാവനയുടെയും അനന്തമായ സാധ്യതകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി സെബ. അങ്ങനെ പിറന്നു വീണത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കലാസൃഷ്ടികളായി. ആബ്സ്ട്രാക്ട് പെയിന്റിങ്ങിലാണ് തനിക്കേറെ ചെയ്യാനാകുക എന്ന് മനസ്സിലാക്കിയ നാളുകളായിരുന്നു അതെല്ലാം. വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നല്ല പിന്തുണയും പ്രോത്സാഹനവും കൂടി ലഭിച്ചപ്പോൾ സെബയുടെ യാത്ര എളുപ്പമായി. പിന്നെ ഫസ്റ്റ് ഓയിൽ പെയിന്റിങ് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ അക്രിലിക് പെയിന്റിലോട്ട് വന്ന് പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ച് സോഷ്യൽ മീഡിയ ഇങ്ങനെ തുടങ്ങാം, പിന്നെ ആർട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം പിന്നെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ നല്ലോണം കുറച്ചുകൂടി ബ്രാൻഡായിട്ടും കുറച്ചുകൂടി നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ചെയ്ത് എനിക്കൊരു ഓരോ എങ്ങനെ വർക്കാവുന്ന പെയിൻറ്റിങ് എങ്ങനെ വർക്കാവുന്നതൊക്കെ മനസ്സിലായി. അപ്പം പിന്നെ ഞാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കി ചെയ്യുന്നതിന് പകരം ഞാൻ പിക്ചർ നോക്കിയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന മാതിരി കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഓണായിട്ടും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങി. സാങ്കേതികതയിലെ പുത്തൻ സാധ്യതകളെ എങ്ങനെ തൻ്റെ സൃഷ്ടികൾ മനോഹരമാക്കാൻ ഉപയോഗിക്കാമെന്നതും സെബയെ കണ്ടു പഠിക്കണം. AI സഹായം ചിത്രം വരയ്ക്കാനും മനസ്സിലുള്ള ആശയം മനോഹരമാക്കാനും കഴിയുമെന്ന് സെബ പറയുന്നു. AI വന്നതോടെ കലാകാരന്മാർക്ക് അവസരം കുറയുന്നു, സാധ്യത മങ്ങുന്നു എന്ന് പറയുന്നവർ സെബ ഈ പറയുന്നത് ഒന്ന് കേൾക്കണം. ഇപ്പോൾ കുറേ ഞാൻ AIനോടും ഹെൽപ്പ് ചോദിക്കാറുണ്ട്. ഞാൻ ഈ വരുന്ന കാലമൊക്കെ AI എന്തായാലും യൂസ് വരല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും AI ഈ ഒരു ടെക്നിക്ക് ഇതെന്ത് എൻ്റെ മനസ്സിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ എന്താണ് വേണ്ടിയത്, എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടിയത്, അപ്പോൾ അതും പറയും. അപ്പോൾ ഞാനും വർക്ക് ചെയ്യും, അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ആക്രിലിക്കിനോടൊപ്പം പുതിയൊരു മേഖലയിലേക്കും സെബ ഇന്ന് സഞ്ചരിക്കുകയാണ്. അധികം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത റെസിൻ ആർട്ടിലാണ് ഇന്ന് സെബ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു കുടുംബ സുഹൃത്താണ് റെസിൻ ആർട്ടിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയും സെബയോട് ആദ്യം പറയുന്നത്. ഇന്ന് ആക്രിലിക്കും റെസിൻ ആർട്ടും ചേർത്ത് അത്ഭുതങ്ങൾ തീർക്കുകയാണ് ഈ മിടുക്കി.
എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞിരുന്നു ഈ റെസിനാർട്ട് ഭയങ്കര ഇഷ്ടമായി, ഇത് ഭയങ്കര നല്ല ആർട്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ വാവ് നല്ല ആർട്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു നിനക്കിത് ചെയ്യാൻ കഴിയും, നീ ഇത് പോയി പഠിക്കണം, എന്നിട്ട് എൻ്റെ വീട്ടിലോട്ടൊന്ന് വെക്കാൻ നീ തരണം. അപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊന്നും തോന്നാറില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റിൽ പോയി പഠിച്ച് അത് ഈസിയായി തോന്നി. ഇപ്പം ഞാൻ ചെയ്യാറുണ്ട്. ഓരോ ടൈപ്പ് റെസിന് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ എപ്പോക്സി റെക്സിന് വെച്ചിട്ടാണ്. അതുകൊണ്ട് റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതിനോട് ഓരോന്ന് ഡെക്കറേറ്റീവായിട്ട് ട്രേ ഉണ്ടാക്കാൻ കഴിയും, പിന്നെ ടേബിൾ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഓരോ ടൈപ്പ് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ റെസിനൊക്കെ മിക്സ് ആക്കിയിട്ട് ചെയ്യാറുണ്ട്. ഇതിനെല്ലാം പുറമെ നല്ലൊരു ഹെന്ന ആർട്ടിസ്റ്റും കൂടിയാണ് സെബ. സുഹൃത്തുക്കളുടെ ഇടയിൽ സൂപ്പർ സ്റ്റാർ. തൻ്റെ ഉള്ളിലെ കഴിവുകൾ മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരിയും സന്തോഷവുമാക്കി മാറ്റുക എന്നതാണ് സെബയുടെ പ്രധാന ലക്ഷ്യം. അതിനാൽ തന്നെ വരച്ച ചിത്രങ്ങളെല്ലാം സുഹൃത്തുക്കൾക്ക് സമ്മാനമായി നൽകുകയാണ് സെബയുടെ പ്രധാന ഹോബിയും. അവരുടെ മുഖത്തെ പുഞ്ചിരിയേക്കാൾ വലുതൊന്നുമില്ല എന്ന് സെബ പറയുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അവരെ ഫേസിൽ സന്തോഷം ഉണ്ടാവില്ല നമ്മൾ ഹെന്ന ഇട്ട് കൊടുക്കുമ്പോൾ. കാരണം ഞാൻ ഇടുമ്പോൾ പിന്നെ അവർ വിചാരിക്കും നീ ഓളെടുത്ത് നെക്സ്റ്റ് ടൈം ഓളെടുത്ത് തന്നെ വരണോ. അപ്പോൾ അതെനിക്കിഷ്ടമാണ്. എനിക്കൊരു ആർട്ടിന് വേണ്ടിയിട്ട് എനിക്കത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കഴിയും. കാരണം എനിക്കിപ്പം ക്യാഷ് കൊണ്ടൊന്നും ഇപ്പം സന്തോഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് കൊടുത്തിട്ടു അങ്ങനെ കൊടുത്തിട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പഠനത്തോടൊപ്പം കലയും സജീവമാക്കി നിർത്താൻ സാധിക്കുന്നതിൽ മുഴുവൻ ക്രെഡിറ്റും മാതാപിതാക്കൾക്കാണെന്ന് പറഞ്ഞു വെക്കുന്നു സെബ. ഉപ്പ AGC ഗ്ലോബൽ CMD മുഹമ്മദ് അലിയാണ് മകളുടെ ഈ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് നയിക്കുന്നത്. ആർട്ട് ബൈ സെബ എന്ന ലോകം അറിയപ്പെടുന്ന ആളായി മാറണമെന്ന് സെബ പറയുമ്പോൾ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുമെന്ന് ഉറപ്പുള്ള ആ മനസ്സിന്റെ തിളക്കം കണ്ണുകളിൽ കാണാമായിരുന്നു. അതെൻ്റെ ഉപ്പൻ്റെ ഹെൽപ്പ് ഉണ്ട്. ഉപ്പ ഭയങ്കര ഷെഡ്യൂൾ ചെയ്തു തരും ടൈം. ഈ ഒരു 1 hour ആർട്ടിന് സ്പെൻഡ് ചെയ്യാൻ, പിന്നെ കുറച്ച് സ്റ്റഡീസിന്. പിന്നെ ഞാൻ ഫുൾ ടൈം സ്റ്റഡി ചെയ്യില്ല. ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആർട്ട് ചെയ്യും, പിന്നെ സ്റ്റഡി ചെയ്യും. അങ്ങനെ ഞാനിപ്പോൾ ആർട്ട് ബൈ സെബ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഇൻസ്റ്റ റൺ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അപ്പം അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ആ ഒരു നെയിമിൽ കണ്ടിന്യൂ ചെയ്യാൻ. പിന്നെ അതേപോലെ എൻ്റെ ഒരു ഡ്രീമായിരിക്കും ആർട്ട് ബൈ സെബ എന്നൊരു ഇത് തുടങ്ങണം, മ്യൂസിയം. അതൊക്കെ ഇങ്ങനെ അതിനി കുറേ ഇയേഴ്സ് ടൈം ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ. മൂന്ന് പതിറ്റാണ്ട് നീണ്ട സ്തുത്യർഹമായ സേവനത്തിന് ജപ്പാൻ സർക്കാരിൻ്റെ ബഹുമതി ലഭിച്ച ഒരു മലയാളിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രകാശൻ കുനിയൽ എന്ന ഈ വടകരക്കാരൻ്റെ ജീവിതം അറിയണം. ആത്മാർത്ഥതയോടെ തൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചതിന് ജപ്പാൻ രാജാവിൽ നിന്നുള്ള ബഹുമതിയാണ് ഈ വടകരക്കാരനെ തേടിയെത്തിയത്. പ്രവാസ ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിൽ ജോലിയിലെ ആത്മാർത്ഥതയുടെ പേരിൽ പ്രകാശിന്റെ പേര് തിളങ്ങിത്തന്നെ നിൽക്കും. GCC രാജ്യങ്ങളിൽ ഇതാദ്യമായിട്ടാണ് ഒരു പ്രവാസി മലയാളിയെ ജപ്പാൻ എംബസി ആദരിക്കുന്നത്. നീണ്ട 31 വർഷത്തെ സേവനമാണ് ഒമാനിലെ ജപ്പാൻ എംബസിയിൽ പ്രകാശൻ നടത്തിയത്. ആദ്യം ഡ്രൈവറായാണ് എത്തിയതെങ്കിലും അധികം വൈകാതെ പ്രകാശൻ അവിടുത്തെ അവിഭാജ്യ ഘടകമായി. ഒടുവിൽ ചെയ്ത സേവനങ്ങൾക്ക് മനസ്സു തൊട്ടൊരു ആദരമാണ് അധികൃതർ ഒരുക്കിയത്. ദി ഓർഡർ ഓഫ് ദി സേക്രഡ് ട്രഷർ സിൽവർ റേസ് എന്ന ജപ്പാനീസ് ആദരമാണ് പ്രകാശന് നൽകിയത്. ജപ്പാൻ രാജാവിൽ നിന്നുള്ള ബഹുമതിയാണ് ഇത്. ജപ്പാന്റെ ഔദ്യോഗിക മുദ്ര. പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റ് ഓഫീസിലെ ഡെക്കറേഷൻസ് ആൻഡ് മെഡൽസ് ബ്യൂറോ ഡയറക്ടർ ജനറലിന്റെയും ഒപ്പുകളും ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്.
മസ്കറ്റിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജപ്പാൻ അംബാസിഡർ കിയോഷി സെരിസാവ പ്രകാശിന് ബഹുമതി നൽകി. ഈ അവാർഡ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു ഇവിടുന്ന് എംബസിയിൽ നിന്ന് അറിയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 94 ജൂണിൽ റിട്ടയർഡായി പോയതാണ്. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു, സിൻസിയറായി വർക്ക് ചെയ്തു, ഡെഡിക്കേഷനോടുകൂടി. ഇവർ ജാപ്പനീസ് ഡിപ്ലോമേറ്റിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. India is the very close relationship with the Oman, historically and geographically. So we have about 17 local staff in embassy, and half of them are from India. This season, the other than Prakash-san, the 5 other Indian origin members are selected as the recipient of the order, and so this is a very good occasion for their contribution to Japan, and I think it's a very special opportunity to honor their contribution to Japan. എംബസിയുടെ സുഗമമായ ദൈനംദിന പ്രവർത്തനത്തിന് വലിയ സംഭാവനകളാണ് പ്രകാശൻ നടത്തിയതെന്ന് അംബാസിഡർ ചടങ്ങിൽ പറഞ്ഞു. 2014-ലും 2020-ലും പ്രധാനമന്ത്രി ആബെ ഒമാൻ സന്ദർശിച്ച വേളയിൽ ഡ്രൈവർ എന്ന നിലയിലും സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും സ്വീകരണവും സജ്ജീകരിക്കാനുള്ള സഹായി എന്ന നിലയിലും ചെയ്ത സേവനങ്ങളെയും അംബാസിഡർ എടുത്തു പറഞ്ഞു. ജപ്പാനിൽ നിന്നും സർക്കാരിന്റെ മറ്റ് പ്രമുഖ വ്യക്തികൾ ഒമാനിലെത്തുമ്പോഴും മികച്ച സേവനമാണ് പ്രകാശൻ എംബസിക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഈ 31 വർഷക്കാലം ഞാൻ ഡ്രൈവറായിട്ടാണ് കയറിയതെങ്കിൽ കൂടി മറ്റുള്ള അവിടുത്തെ മെയിൻ്റനൻസ് കാര്യത്തിലായിക്കൊള്ളട്ടെ, അഡ്മിൻ സ്റ്റാഫ് ലീവിന് പോകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം എനിക്ക് അവസരമുണ്ടായി. കൂടാതെ 1994 ഇന്നത്തെ ചക്രവർത്തിനെയും അന്ന് ക്രൗൺ പ്രിൻസും പ്രിൻസുമായിരുന്നു, അവരുടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അനുഭവങ്ങളുണ്ടായി, നല്ല അനുഭവങ്ങളുണ്ടായി. അതൊക്കെ എന്നെ ഒരു ഒഫീഷ്യൽ ജോലിക്ക് അപ്പുറം നല്ല ഒരു ഡെഡിക്കേഷനോടുകൂടി ചെയ്യാനുള്ള ഒരു കഴിവ് അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ അതിനുശേഷം പ്രൈം മിനിസ്റ്റർ 2014-2020 ഒക്കെ വന്നു. അതിനൊക്കെ വളരെ നന്നായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാനുള്ള വൈദഗ്ധ്യം ഉണ്ടായിരുന്നതിനാൽ ജീവനക്കാർ അവധിയാകുന്ന സമയത്ത് പണ്ടൊക്കെ പകരക്കാരനായി പ്രവർത്തിച്ചതും അംബാസിഡർ സ്മരിക്കുകയുണ്ടായി. ജപ്പാനും പൊതുജനങ്ങൾക്കും മികച്ച സേവനം ചെയ്ത സർക്കാർ സ്വകാര്യ വ്യക്തികൾക്ക് ജപ്പാൻ നേരത്തെയും ബഹുമതികൾ നൽകാറുണ്ട്. അത്തരത്തിൽ ജപ്പാൻ ചെയ്ത സേവനങ്ങൾക്കാണ് ഈ മലയാളിക്ക് ആദരവുമായി രാജ്യമെത്തിയത്. ഇനി കുവൈറ്റിലേക്കാണ് യാത്ര. കുവൈറ്റ് വിമാനത്താവളത്തിലെ അഭിമാന നിർമ്മിതിയായ T2 നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുവൈറ്റിലെ വിമാനത്താവള വികസന പദ്ധതിയുടെ പ്രധാന നിർമ്മിതിയായ T2 ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ടെർമിനൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തിന്റെ വ്യോമഗതാഗത മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഗൾഫ് മേഖലയിലെ ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമായ വലിയ വിമാനത്താവള പദ്ധതികളിലൊന്നായി ഇത് മാറും. $3.2 ബില്യൺ ചെലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടെർമിനൽ 2 കുവൈറ്റിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് ആർക്കിടെക്ചർ കമ്പനിയായ ഫോസ്റ്റർ പ്ലസ് പാർട്ട്നേഴ്സാണ് ഡിസൈൻ ഒരുക്കിയത്. നിർമ്മാണം
തുർക്കിഷ് കമ്പനിയായ ലിമാക്കാണ് ലീഡ് ചെയ്യുന്നത്. ലീഡ് ഗോൾഡ് സർട്ടിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പരിസ്ഥിതി സൗഹൃദ ടെർമിനലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന എനർജി സിസ്റ്റം, വിപുലമായ എമിഗ്രേഷൻ, കസ്റ്റംസ്, ബാഗേജ് ഹാൻഡ്ലിംഗ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം അത്യാധുനിക സഹായത്തോടെയാണ് ഒരുക്കുന്നത്. ലോകത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള മികച്ച സാങ്കേതിക സംവിധാനങ്ങളായിരിക്കും ടെർമിനലിന്റെ വിവിധ വകുപ്പുകളിൽ ഉപയോഗപ്പെടുത്തുക എന്ന് ഇതിനോടകം അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. ഡ്യൂട്ടി ഫ്രീ മേഖലയും ലോഞ്ചുകളും ഉൾപ്പെടുന്ന ഉയർന്ന നിലവാരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോട്ടൽ സമുച്ചയം കൂടി ടെർമിനലിന്റെ ഭാഗമായി ഉണ്ടാകും. കുവൈറ്റിനെ ഗൾഫിലെ വ്യോമഗതാഗതത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള ദൗത്യം കൂടി T2 ടെർമിനൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സർക്കാർ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഈ നിർമ്മിതിയെ കാണുന്നത് എന്ന് ബോധ്യപ്പെടുക. കോവിഡ് സാഹചര്യങ്ങൾ മൂലം നിർദ്ദിഷ്ട സമയത്ത് പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിലും അടുത്ത വർഷത്തോടെ ടെർമിനൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കുവൈറ്റിനെ സംബന്ധിച്ച് പ്രാദേശികവും ആഗോളവുമായ വ്യാപാര സഞ്ചാര ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന് ഇത് സഹായിക്കും. പൊതു സ്വകാര്യ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും പദ്ധതി പ്രയോജനപ്പെടും. ടൂറിസം, ലോജിസ്റ്റിക്സ് സേവന മേഖലകൾക്ക് വലിയ ഉണർവാകും ഇതുവഴി ലഭിക്കുക എന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. 120ഓളം ചെക്ക് ഇൻ കൗണ്ടറുകൾ, 28 ഗേറ്റുകൾ, 8 ഗേറ്റുകൾ വലിയ വിമാനമായ എയർബസ് A380ക്ക് അനുയോജ്യമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മണിക്കൂറിൽ 2930 ബാഗുകൾ വരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ബാഗേജ് സിസ്റ്റം, 4500 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം, 400 കിടക്കകളുള്ള ട്രാൻസിറ്റ് ഹോട്ടൽ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. താപനിയന്ത്രണത്തിനായുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ടെർമിനൽ വാസ്തുവിദ്യയുടെ അത്ഭുത പ്രപഞ്ചം തീർക്കുന്ന നിർമ്മിതി കൂടിയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതൊരു വിമാനത്താവള ടെർമിനൽ മാത്രമല്ല, കുവൈറ്റിന്റെ ഭാവിയുടെ ചൂണ്ടുപലകയായി മാറുന്ന സ്വപ്ന പദ്ധതിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.